കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി രസഗുള ഉണ്ടാക്കാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 സാധനമേ വേണ്ടിയുള്ളൂ. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിന് പ്രധാനമായിട്ട് വേണ്ടത് നല്ല കട്ടിയുള്ള പാലാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 ലിറ്റർ കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട്. മക്കളെ, ഞാൻ പാലിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ കട്ടി പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിന്റെ പാത്രമാണ് വെക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന വിറകടുപ്പിലാ. ഈ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നവർക്ക് പാത്രത്തിൽ കരി പിടിക്കാതിരിക്കാൻ കുറച്ച് വെണ്ണൂറ് കുഴച്ചിട്ട് പാത്രത്തിന്റെ സൈഡിലും അടിയിലൊക്കെ തേച്ച് കൊടുത്താൽ പാത്രത്തിൽ കരി പിടിക്കൂല. നമ്മൾ കഴുകി എടുക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ആ പാത്രം അടുപ്പത്ത് വെച്ച് അതേപോലെ പുത്തൻ പുതിയ പാത്രം പോലെ ഉണ്ടാവും. കഴുകാനും സുഖമാണ്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച 2 ലിറ്റർ പാല് ഈ വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കാച്ചുമ്പോൾ ഇച്ചിരി വലിയ പാത്രം എടുക്കണം. അപ്പോഴാണ് നല്ല തിളപ്പിച്ചെടുക്കാൻ പറ്റുക. ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ. മക്കളെ, ഈ പാല് തിളപ്പിക്കുമ്പോൾ പാലിൽ ഒരിക്കലും പാട കെട്ടാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിളക്കണ വരെ കൈ വിടാതെ ഇളക്കുക. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ പാലിന് നമുക്ക് പെനയിച്ചെടുക്കണം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. ഇതാ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ടയാ വരുള്ളൂ കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് പാകത്തിന് കിട്ടുള്ളൂ. കട്ടിലെ മക്കളെ, നമ്മുടെ പാലിങ്ങനെ പെനഞ്ഞ് വരുന്നുണ്ട്. ഇച്ചിരി കൂടി ഉണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ മക്കളെ, പാല് പെനഞ്ഞിട്ട് പാല് കട്ടി പിടിച്ച് വരികയും ചെയ്ത് പാലിൻ്റെ വെള്ളം ഇതാ വേറെ ആവുകയും ചെയ്ത്. കണ്ടില്ലേ? ഞാനിപ്പോൾ ഇവിടെ 2 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ പെനഞ്ഞ് വന്ന്. ഇനിയിപ്പോൾ നാരങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോഴും ഇതേപോലെ ആവും കേട്ടോ. ഇനി നമുക്ക് ഈ പാലിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഒരു തോർത്തുമുണ്ടോ തുണിയോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആദ്യ വരികയാണ്. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിയെടുക്കാം. കണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോണത്? ഈ വെള്ളം ഇനി നമുക്കൊന്ന് കളയാം. ഇനി നമുക്ക് ഈ ഓട്ടമുള്ള പാത്രത്തിൻ്റെ മേലെ ഇങ്ങനെ വിരിച്ച് വെക്കാം. അതൊന്ന് ഉടച്ചിടാം. അപ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിലെല്ലാത്തിലും പെട്ട് ചൂടാറുള്ളൂ. പിന്നെ അതിന് മാത്രമല്ല വെള്ളം ഒഴിക്കുന്നത് കേട്ടോ മക്കളെ, ഈ ചെറുനാരങ്ങയുടെ പുളി പോവാനും കൂടിയായിട്ട് കേട്ടോ. പഞ്ഞി കെട്ടുപോലെ ഇരിക്കണം കേട്ടോ. അറിയാത്തവർ കണ്ട വേഗം പഞ്ഞി കെട്ടാന്ന് പറയും. ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടി പിഴിഞ്ഞെടുക്കാം. ഇപ്പം ചൂടൊക്കെ പോയിട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഈ കല്ല് ഇതിൻ്റെ മേലെ തൂക്കി വെക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. ഇതൊരു അരമണിക്കൂർ ഇവിടെ ഇരുന്നോട്ട്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. നമുക്കിനി ഇതെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് അങ്ങ് കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കുഴയ്ക്കണം. അപ്പം നല്ല മഷി പോലെ ഇങ്ങനെ കുഴഞ്ഞു വരും. ഇപ്പം ഇത് കണ്ടില്ലേ, പിരിപിരിയനെയാണ് കിടക്കുന്നത്. ഇനി നമ്മളിങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച പോലെ കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വരും.
ഇത് കുഴഞ്ഞു വരണമെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും കുഴക്കണം കേട്ടോ. കുഴയ്ക്കാൻ കുറച്ച് പണിയാട്ടോ മക്കളെ. ഇങ്ങനെ കുഴച്ചെടുത്താലാണ് മക്കളെ രസമുള്ളാവുള്ളൂ കേട്ടോ. കണ്ടില്ലേ മക്കളെ, പിരിപിരിയായിരുന്നത് ഇപ്പം മാവിൻ്റെ ലെവലിൽ കുഴഞ്ഞു വരാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ മക്കളെ, കുഴച്ച് നമ്മളൊരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രസഗുളാക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉരുട്ടി എടുക്കാം. ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വലിപ്പത്തിൽ വരും. അപ്പം നമ്മളൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലോ ഒരു കോട്ടിയുടെ വലിപ്പത്തിലോ ഉരുട്ടിയാൽ മതി കേട്ടോ. എന്താ ഞാൻ ഈ വലിപ്പത്തിലാണ് ഉരുട്ടുന്നത്. നല്ല പോലെ നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം ഉരുട്ടി. ഇങ്ങനെ ഉരുട്ടുമ്പോഴൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഉരുട്ടാൻ കേട്ടോ മക്കളെ. ഇത് കണ്ടില്ലേ മക്കളെ, ഒരു വിള്ളലോ ഒന്നും പാടില്ല കേട്ടോ. ഇത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ. കണ്ടില്ലേ? അങ്ങനെ മക്കളെ നമ്മൾ എല്ലാതും ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട, ഒരു വിള്ളലോ ഒന്നുമില്ല ഇതിൽ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര പാനി ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 2 8. അതിലേക്ക് ഇനി 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 8 കപ്പ് വെള്ളത്തിന് 2 കപ്പ് പഞ്ചസാര എന്ന് വെച്ചാൽ 400 ഗ്രാം പഞ്ചസാര കേട്ടോ. ഇനി നമുക്കിതൊന്ന് കത്തിച്ചിട്ട് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഉരുക്കിയെടുക്കാം. മക്കളെ, നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വല്ലാതെ നൂല് പരുവമാവോ വറ്റോ ഒന്നും വേണ്ട കേട്ടോ. ഒരു സിറപ്പിനെ പോലെ വന്നാൽ മതി. ഇനി നമ്മൾ ഉരുട്ടി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തിളയ്ക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാതും ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നല്ല തീയിൽ തന്നെ കത്തിച്ചു കൊടുക്കാം കേട്ടോ. മക്കളെ, ഇത് നമ്മളിപ്പോൾ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. അയ്യവാ, നമ്മുടെ രസഗുളയുടെ ഉരുള എന്ത് വലിപ്പമാണെന്ന് നോക്കി. ഇനി നമുക്കിതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. വല്ലാതെ ഇളക്കരുത്, പൊട്ടിപ്പോകും കേട്ടോ. ഇത് കണ്ടില്ലേ പണ്ണ. ഇനി ഇതൊന്നുകൂടി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് മീഡിയം ലെവലിൽ തീ വെച്ച് കൊടുത്താൽ മതി. മക്കളെ, നമ്മൾ രസഗുള വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. അയ്യവാ, ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ വെച്ചതിനേക്കാളും നല്ല ഡബിളായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിനി ഇതിലൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഒരു 3 ഏലക്ക ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി. നമുക്കിനി ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇത് വലിയ പാത്രത്തിൽ വേവിക്കാൻ പറഞ്ഞത് ഇത് വിശാലമായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ്. ചെറിയ പാത്രത്തിൽ വെച്ചാൽ ഒന്നുകൊന്ന് മുട്ടിയിട്ട് ചിലപ്പോൾ പൊട്ട പോകാൻ സാധ്യത ഉണ്ട്. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ രസഗുള ആയിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വെക്കാം. ഇനി ഇത് നമുക്കൊരു 6 മുതൽ 8 മണിക്കൂർ വരെ മൂടി വെക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പഞ്ചസാര പാനി കയറി നല്ല മധുരമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ മക്കളെ, നമ്മുടെ രസഗുള ഇതാ കണ്ടില്ലേ? ഉള്ളിൽ നല്ല പോൺസ് പോലെ ഇരിക്കണ്. ഇത്രേ പണിയുള്ളൂ നമ്മളെ രസഗുള ഉണ്ടാക്കാൻ കേട്ടോ. മക്കളെ, ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.